പാൽ വില കൂട്ടണമെന്ന് മിൽമയുടെ ബോർഡ് യോഗത്തിൽ ശുപാർശയുണ്ടായിരുന്നു. ലിറ്ററിന് 4 രൂപ കൂട്ടാനാണ് നിർദ്ദേശം. പക്ഷേ എറണാകുളം മേഖലാ യൂണിയൻ ഭാരവാഹികൾ ഈ യോഗത്തിൽ പ്രതിഷേധം അറിയിച്ചു. AK സ്റ്റെഫിനുണ്ട്. സ്റ്റെഫിനൊപ്പം എറണാകുളം മേഖലാ ചെയർമാൻ കൂടിയുണ്ട്. സ്റ്റെഫിൻ, എന്താണ് അവർക്ക് പറയാനുള്ളത്? ശ്രീജ, വലിയ പ്രതിഷേധമാണ് ഇന്നത്തെ ഏതായാലും ബോർഡ് യോഗത്തിൽ ഉണ്ടായത്. ഇപ്പോൾ എറണാകുളം മേഖല യൂണിയന്റെ ഭാരവാഹികൾ നമുക്ക് ഒപ്പമുണ്ട്. ഇന്നത്തെ യോഗത്തിൽ നിന്ന് ഇറങ്ങി വരാനുള്ള കാരണം എന്താണ്? ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലാക്കും. പാൽവില വർദ്ധിപ്പിക്കാനായിട്ടുള്ള തീരുമാനം 2025 ഡിസംബറിൽ തന്നെ എടുത്തിട്ടില്ല. അതിനുശേഷം വിവിധ ഘട്ടങ്ങളിലായിട്ട് പല ബോർഡ് യോഗങ്ങളൊക്കെ നടന്നു. ആ തീരുമാനം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. ഇന്ന് ഭരണസമിതി യോഗത്തിൻ്റെ അജണ്ടയിൽ പാൽവില വർധനയെക്കുറിച്ചുള്ള ഐറ്റം ഉൾപ്പെടുത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിൽ കൊടുത്ത നിർദ്ദേശത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ 4 രൂപ വർദ്ധിപ്പിക്കാനുള്ളതും അതിൽ എത്ര ശതമാനം കർഷകർക്ക് നൽകൂ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് നൽകിയിരുന്നു. അപ്പോൾ ഇന്നത്തെ ബോർഡ് യോഗത്തിൽ പാൽവില വർദ്ധിപ്പിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ബോർഡ് യോഗത്തിൽ പങ്കെടുത്തത്. ഞങ്ങൾ നിരന്തരമായിട്ട് കഴിഞ്ഞ 1 വർഷമായിട്ട് എറണാകുളം മേഖലാ യൂണിയൻ 10 രൂപ വർദ്ധിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. മിനിമം 6 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യവും. അപ്പോൾ അവസാനം ഫെഡറേഷൻ ഭരണസമിതി 4 രൂപ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം എടുത്തിട്ടും ഇതുവരെയും നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കൊടും വേനലും കടുത്ത ചൂടുമാണ് കേരളത്തിൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാലിൻ്റെ ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞു. കർഷകരാണെങ്കിൽ ഈ രംഗത്തുനിന്ന് ദിനം പ്രതി വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശുപാർശ വന്നിരിക്കുന്നത് കൂട്ടാൻ തന്നെയാണല്ലോ. ശുപാർശ എടുത്തു. ശുപാർശ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, നടപ്പാക്കിയാലല്ലോ അതിൻ്റെ പ്രയോജനം കർഷകർക്ക് ലഭിക്കുകയുള്ളൂ. ഈ തീരുമാനം ബഹുമാനിയായ മന്ത്രി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് നിയമസഭയിൽ പ്രഖ്യാപിച്ചതാണ് പാൽവില വർദ്ധിപ്പിക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് 7-8 മാസമായി. 8 മാസമായിട്ട് കർഷകർക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നില്ല. ഞങ്ങളുടെ ആവശ്യം പൊതുവായിട്ടുള്ള ആളുകൾ കൂട്ടണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് എന്ന് കൂട്ടും എന്നൊരു തീരുമാനം പ്രഖ്യാപിക്കുന്നില്ല. ഞങ്ങളുടെ ആവശ്യം അത് ഉടനെ കൂട്ടി കർഷകരെ സഹായിക്കണമെന്നാണ്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരു പ്രതിസന്ധി അല്ലേ? പെരുമാറ്റച്ചട്ടം ഇതിന് ബാധകമല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പെരുമാറ്റച്ചട്ടത്തിൽ തന്നെ പല ഇളവുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഒരു ഉൽപ്പന്നത്തിൻ്റെ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള വില നിശ്ചയിക്കുന്നതിന് കേരള ഹൈക്കോടതി കർഷകന് അനുവാദം നൽകി അതിൻ്റെ അപ്പെക്സ് അതോറിറ്റി ആയിട്ടുള്ള മിൽമയ്ക്ക് അധികാരം നൽകിയിരിക്കുമ്പോൾ ആ വില വർധനവിനെ സംബന്ധിച്ചിടത്തോളം അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ വരുന്ന കാര്യമാണോ എന്ന് ഞങ്ങൾ ചോദിച്ചതിന് അതിന് വ്യക്തമായൊരു മറുപടി ചെയർമാൻ്റെ MDയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കൂടി അനുമതിയൊക്കെ വേണമെന്ന് തോന്നുമല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി വേണ്ട എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുമതി ഉണ്ടെങ്കിൽ നടപ്പാക്കാവുന്നതാണ്. കാരണം ഇത് നേരത്തെ തന്നെ നടപ്പാക്കേണ്ടതായിരുന്നു. തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തന്നെ നടപ്പാക്കേണ്ട കാര്യമായിരുന്നു. എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ അതിന്? ഞങ്ങളങ്ങനെ സംശയിക്കുന്നു. കർഷകരുടെ പ്രശ്നം വലിച്ചഴിച്ച് രാഷ്ട്രീയമായി കൊണ്ടുപോകുന്നതിന് ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ കർഷകരെ സഹായിക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി അടുത്ത വരുന്ന സർക്കാരിൻ്റെ മേളിലായിരിക്കുമോ ഇങ്ങനെ ഒരു ഉത്തരവ്? ഇന്നിപ്പോൾ ബോർഡ് യോഗത്തിൽ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ചാൽ ഉടൻ തന്നെ ബോർഡ് യോഗം വിളിച്ചു കൂട്ടി തീരുമാനം എടുക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് എത്ര പ്രാവർത്തികമാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിയില്ല. കാരണം ഇത് പല ഘട്ടങ്ങളിലായി അടുത്ത ബോർഡ് യോഗത്തിൽ തീരുമാനം എടുക്കും എന്ന് പറയുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു തീരുമാനം അന്തിമമായി വരുന്നില്ല. ഉടനടി തീരുമാനം എടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഏതായാലും പ്രായോഗികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഏതായാലും ബോർഡ് യോഗം അവസാനിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മിൽമ ചെയർമാൻ്റെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലഭിക്കും. ശ്രീജ. ശരി, AK സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്.